നമസ്തേ. നമ്മുടെ പ്രദക്ഷിണ വഴി കണ്ണൂർ വിഷൻ ചാനൽ ഇന്ന് എത്തിച്ചേർന്നത് ഉറുപ്പഴശ്ശിക്കാവിലാണ്. കണ്ണൂർ തലശ്ശേരി NH നിന്ന് കണ്ണൂരിൽ നിന്ന് 12 കിലോമീറ്റർ മാറി എടക്കാട് ദേശത്ത് നടാൽ പ്രദേശത്താണ് ഉറുപ്പഴശ്ശിക്കാവ് സ്ഥിതി ചെയ്യുന്നത്. ഉറുപ്പഴശ്ശിക്കാവിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ്. അവിടുത്തെ പ്രത്യേകതകളും അവിടുത്തെ ഐതിഹ്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് കണ്ണൂർ വിഷൻ ചാനലിലെ പ്രദക്ഷിണത്തിലൂടെ മനസ്സിലാക്കാം. ഉറുപ്പഴശ്ശിക്കാവിന് ധാരാളം ഐതിഹ്യങ്ങളും അനുഷ്ഠാനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വിശിഷ്ടമായ സങ്കേതമാണ്. ക്ഷേത്രത്തിലെ ആചാര്യൻ 2 ആചാര്യ പരമ്പരകളാണ്. ദേവനെ ചിന്തിക്കുമ്പോഴും 2 ശ്രീകോവിലിൽ സുഹൃത്തുക്കളെപ്പോലെ കഴിയുന്ന സുഹൃത്തുക്കളായ 2 ദേവന്മാർ. 2 ദേവന്മാരെ പറഞ്ഞതുപോലെയാണ് ഉറുപ്പഴശ്ശിക്കാവിൻ്റെ ആരാധനയിൽ 9 ഊരാള പരമ്പരകൾ ചേർന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും നേതൃത്വം നൽകുന്നത്. നമുക്കിതിനെക്കുറിച്ചൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിലൂടെ മനസ്സിലാക്കാം. നമുക്കറിയാം, ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും അഭിവൃദ്ധിക്ക് പ്രധാനമാണ് ആചാര്യ തപസാമനായ ജപേന നിയമേന ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃദ്ധിസ്തു പഞ്ചതാമ. അപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധി എന്ന് പറയുന്നത് ആചാര്യനും ഊരാളരും ഭക്തരും ദേശവാസികളും ഒക്കെ ചേരുമ്പോഴാണ്. ഇതൊക്കെ ചേരുന്ന ഒരു പവിത്ര സങ്കേതമാണ് ഉറുപ്പഴശ്ശിക്കാവ്. ഉറുപ്പഴശ്ശിക്കാവ് ഭാരതത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ തീർത്ഥാടന സ്ഥാനങ്ങളിൽ ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാം. സൗരാഷ്ട്രം മുതൽ കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്ന സപ്തകൊങ്കണ ദേശങ്ങളിൽ അതിപുരാതനമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ശ്രീ ഉറുപ്പഴശ്ശിക്കാവ്. വൈദിക കാലഘട്ടവും പൗരാണിക കാലഘട്ടത്തിലൊക്കെ സ്ഥാനമാഹാത്മ്യമുള്ള ശ്രീ ഉറുപ്പഴശ്ശിക്കാവിൽ ശ്രീ ഏച്ചിൽ വൃക്ഷമാണ് കുലവൃക്ഷമായിട്ട് ഇവിടെ സങ്കല്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കുലവൃക്ഷത്തിൽ തന്നെ നാം അറിയുന്നത് വളരെ പണ്ട് ശാബരന്മാർ, പാശുപതന്മാർ, അതേപോലെ കാപാലികന്മാർ, അങ്ങനെ പല ഗോത്ര സംസ്കൃതികളും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെയുള്ള മത്തവിലാസം കൂത്ത് തന്നെ, അപൂർവമായിട്ടുള്ള മത്തവിലാസം കൂത്ത് തന്നെ ഈ രീതിയിലുള്ള പഴയ ആ ഒരു സങ്കല്പത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ പണ്ടത്തെ ചേര സംസ്കാരം, ചേരന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ശ്രീ ഉറുപ്പഴശ്ശിക്കാവ് എന്ന ഈ തീരദേശത്തിലുള്ള കാവ്. കോലത്ത് നാട്ടിൽ തന്നെ 3 ക്ഷേത്രങ്ങളിൽ സ്വർണ്ണ താഴികക്കുടം വെക്കാൻ അധികാരമുള്ള 3 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ ഉറുപ്പഴശ്ശിക്കാവ്. ഒന്ന് തളിപ്പറമ്പത്തമ്പലം, പെരിഞ്ചല്ലൂരി നമ്മുടെ രാജരാജേശ്വര ക്ഷേത്രം, പിന്നെ ശ്രീ ഉറുപ്പഴശ്ശിക്കാവ്, പിന്നെ ശ്രീ കോട്ടയം രാജാവിൻ്റെ തൃക്കൈക്കുന്ന് മഹാദേവ ക്ഷേത്രം. ഇതാണ് 3 സ്വർണ്ണ താഴികക്കുടങ്ങൾ വെക്കാൻ അവകാശമുള്ള അധികാരമുള്ള സ്ഥലങ്ങൾ. അതുപോലെ തന്നെ ശ്രീ ഉറുപ്പഴശ്ശിക്കാവിൽ ഇവിടെ ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള ദൈവിക സങ്കല്പമാണ് ശ്രീ ഉറുപ്പഴശ്ശി ദൈവത്താറീശ്വരൻ്റേത്. ശ്രീ ഉറുപ്പഴശ്ശി ദൈവത്താറീശ്വരൻ ഒരു രാജാവ് എന്നുള്ള സങ്കല്പത്തിൽ തൻ്റെ 1200 ചങ്ങാതിമാരും ഉറ്റ ചങ്ങാതിയായ ശ്രീ വേട്ടക്കരുമകൻ സ്വാമിയോടൊത്ത് 12 വർഷം ക്ഷത്രിയ രാജാവായി ഇവിടെ ഭരിച്ചു എന്ന് നമുക്ക് തോറ്റംപാട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. ആ സങ്കല്പത്തിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇവിടെ വെള്ളാട്ടം ശ്രീ ഉറുപ്പഴശ്ശി ദൈവത്താറീശ്വരൻ ഉറ്റ ചങ്ങാതി വേട്ടക്കരുമകൻ സ്വാമി ഒരു കോലത്തിൽ ഒരു വിഗ്രഹത്തിൽ ഇവിടെ വന്ന് ഭക്തജനങ്ങളെയും അതേമാതിരി പാരമ്പര്യ കുടുംബാംഗങ്ങളെയും ഉറുപ്പഴശ്ശി ഊരാളരെയും വഴി അനന്തരവരെയും ഒക്കെ സന്തോഷത്തോടെ അനുഗ്രഹിക്കുന്ന
അതേപോലെ തൻ്റെ പെറ്റമ്മയെയും വന്ന് കാണുന്ന ഒരു അപൂർവ മുഹൂർത്തമാണ് ഉച്ചക്കുള്ള വെള്ളാട്ടം. 350 ദിവസവും ഈ വെള്ളാട്ടം ഇവിടെ നടക്കുന്നുണ്ട്, ഉച്ചവെള്ളാട്ടം. വൈദ്യനാഥ സങ്കല്പത്തിലാണ് ഇരുവരും ഇവിടെ മേലേക്കോട്ടത്തിൽ വാഴുന്നത്. അമ്മയുടെ സാന്നിധ്യവും അതിശക്തമായിട്ടുള്ള സാന്നിധ്യവും അവിടെയുണ്ട്. അതുപോലെ തന്നെ ശ്രീ ഊർപ്പഴിച്ചിക്കാവിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ഇവിടുത്തെ നാഗേശ്വര സ്ഥാനം. ആ നാഗേശ്വര സ്ഥാനം നമുക്കറിയാം, അവിടെയും വളരെ നിഗൂഢമായ സങ്കല്പങ്ങളുണ്ട്. അത് സാധകന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഗോസായി കിണർ എന്ന് പറഞ്ഞിട്ടുള്ള കിണർ നമുക്ക് കാണാൻ പറ്റും. ആ ഗോസായി കിണർ എന്ന് പറഞ്ഞാൽ ബംഗാളിൽ നിന്നും അതേമാതിരി ഒഡീഷയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും പണ്ട് ഗോസ്വാമിമാർ അവർ തീർത്ഥാടനത്തിൽ വരുമ്പോൾ ഈ തീരദേശത്തെ കൂടിയൊക്കെ വരുമ്പോൾ ശ്രീ ഊർപ്പഴിച്ചിക്കാവിൽ അവർ വന്ന് അവിടെ അവരുടെ സാധനയുടെ ഭാഗമായി ഇവിടെ നിൽക്കുമായിരുന്നു. ആ ഗോസായിമാരുടെ അവരുടേതിൽ ഈ ഹനുമാൻ സ്വാമിയുടെ ഒരു സങ്കല്പവും കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവിടെ ഗോസായി അവർ വന്നപ്പോൾ താമസിക്കുമ്പോൾ ഈ ക്ഷേത്രേശ പരമ്പരകൾ അന്ന് അവർക്ക് കിണറും അതിൻ്റെ അടുത്ത് തന്നെ ഒരു താമസിക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് നമുക്കറിയാം, കുമ്പളയിൽ നിന്നും തൻ്റെ ഇഷ്ട ദേവതയായ ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടി പുറപ്പെട്ട ശ്രീ വില്യമംഗല സ്വാമിയാർ ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അനന്തൻകാട് തേടി പോകുന്ന സമയത്ത്, ഇതിലേക്കൂടി പോകുന്ന സമയത്ത് ഇവിടെ എത്തിച്ചേരുകയും അദ്ദേഹത്തിന് കാലിനൊക്കെ നടന്നിട്ടുള്ള ക്ഷീണവും വ്രണമൊക്കെ ആയിട്ട് അദ്ദേഹം ശൈവ ഭക്തിയിൽ കൂടുതൽ ശ്രദ്ധ വരുന്നതിന് മുമ്പേ അദ്ദേഹം വൈഷ്ണവ ഭക്തനായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വിമുഖതയുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹത്തിന് ശങ്കരനാരായണ ദർശനം ലഭിക്കുകയും അപൂർവമായിട്ടുള്ള ശങ്കരനാരായണ മന്ത്രം അദ്ദേഹം ഇവിടുത്തെ തന്ത്രിമാർക്ക് ഉപദേശിച്ചു കൊടുത്തുവെന്നും 40 ദിവസം ഇവിടുത്തെ ക്ഷേത്രക്കുളത്തിൽ വെച്ച് ആറാട്ടുകുളത്തിൽ വെച്ച് കുളിച്ച് ഇവിടെ വന്ന് അദ്ദേഹം ഭജിച്ചുവെന്നും അദ്ദേഹത്തിന് ഇവിടുത്തെ വിളക്കിലെണ്ണ ഔഷധമായി മാറി. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അത്രയും സന്തോഷമായിട്ട് അദ്ദേഹം ഇവിടുത്തെ തിരുമുറ്റത്ത് അദ്ദേഹം ഉണ്ണിക്കണ്ണൻ തൻ്റെ ഇല്ലത്ത് കളിച്ചു കിടന്ന മണ്ണ് അദ്ദേഹം വിതറുകയും മണിക്കിണറിലും വിതറുകയും ഇതെന്നും ഇവിടെ നിലനിൽക്കുന്നിടത്തോളം ശ്രീകൃഷ്ണ ഭഗവാന്റെ ചൈതന്യം ഇവിടെ ഉണ്ടാവുമെന്നും പറയുകയും ചെയ്യുകയുണ്ടായി. ക്ഷേത്രത്തിൽ ഇപ്പോൾ 2-3 മാസം മുന്നേ ദൈവജ്ഞതിലകം ശ്രീ മുരളീധര വാര്യരുടെ നേതൃത്വത്തിൽ രാഷ്ട്രമംഗല പ്രശ്നം ചിന്ത ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിഹാരങ്ങൾ ഇപ്പം തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹം നിർദ്ദേശിച്ച പല പരിഹാരങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലിപ്പം പ്രധാനമായിട്ട് നമുക്കുള്ളത് നമ്മുടെ മേലേക്കോട്ടത്ത് ദാരു വിഗ്രഹമാണ്. അതിൻ്റെ അരവ് ചായം, അതിൻ്റെ നിറം മങ്ങിയത് പരവ് ചായം പ്രകൃതിദത്തമായ ചേരുവകൾ വെച്ച് തന്നെ ചെയ്യാനുള്ള ഒരു കാര്യമാണ്. അതാണിപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെയുള്ളത്, ക്ഷേത്രത്തിലിപ്പം ഭക്തജനങ്ങളുടെ സാന്നിധ്യം ഏറി വരുന്നതിനാൽ ഇതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ കുറേയേറെ നമുക്ക് വർദ്ധിപ്പിക്കാനുണ്ട്. അതിൻ്റെ ഫലമായി ഇപ്പം നമ്മുടെ അകത്ത് കരിങ്കല്ല് പാവുക അങ്ങനെ തുടങ്ങി അഗ്രശാലയിലേക്കുള്ള ഇപ്പോൾ ശനിയാഴ്ച ദിവസങ്ങളിൽ കൃത്യമായിട്ട് അന്നദാനം കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ശനിയാഴ്ചകൾ ഇതിവിടെ ഒരു ശനീശ്വര സാന്നിധ്യമാണ് ഇവിടെ ഏറെ പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത്. ശനിദോഷ പരിഹാരത്തിനായി പല ദിക്കുകളിൽ നിന്നും ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അപ്പം ആ ഒരു ദിവസം വെള്ളാട്ടത്തിന് ശേഷം അന്നദാന സൗകര്യങ്ങൾ അങ്ങനെ അതൊക്കെ ക്ഷേത്ര സേവാ സമിതിയുടെ ഉത്തരവാദിത്തമായിട്ട് കണ്ട് അതിൻ്റെയൊക്കെ കാര്യങ്ങളിലേക്ക് ഇപ്പം നമ്മൾ നീങ്ങുകയാണ്. പിന്നെ അവിടെയുള്ള ശനീശ്വര ചൈതന്യം എനിക്ക് തോന്നുന്നു കേരളത്തിൽ വളരെ അപൂർവമായുള്ള ക്ഷേത്രങ്ങളിൽ മാത്രമേ ഇത്തരം പൂജകൾ നടക്കാറുള്ളൂ. ശനീശ്വരൻ്റെ പരിഹാരത്തിനുള്ള ദോഷപരിഹാരത്തിനുള്ള പൂജകളാണ് ഇവിടെ പ്രധാനമായി നടക്കുന്നത്. പിന്നെ നമ്മുടെ ഭഗവതിയുടെ നോക്കുകയാണെങ്കിൽ പാർവതി, വടക്ക് ദർശനമായുള്ള ഒരു പാർവതി സാന്നിധ്യമാണ് ഇവിടുത്തെ ഭഗവതി. അതുകൊണ്ട് സ്വയംവര പുഷ്പാഞ്ജലിയൊക്കെ വളരെ വിശേഷമാണ്. മാംഗല്യ തടസ്സമുള്ള ഒരുപാട് ആളുകൾ വന്നിട്ട് സ്വയംവര പുഷ്പാഞ്ജലി ചെയ്ത് അവർക്ക് അതിനുള്ള പരിഹാരങ്ങളും ഒക്കെ ആയിട്ട് അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ക്ഷേത്രത്തിൽ ചെയ്യാം. അത്രയും പഴകിയ ഒരു പുരാതനമായൊരു ക്ഷേത്രമാണ്. അതുകൊണ്ട് അതിൻ്റെ ജീർണോദ്ധാരണ പ്രവൃത്തികളും നമുക്ക് ഏറെ ചെയ്യാനുണ്ട്. പിന്നെയുള്ളൊരു വിശേഷം എന്നാണ് നമ്മുടെ ദേവതാരജൻ്റെ ജന്മനക്ഷത്രമായ അവിട്ടന്നാൾ. അപ്പോൾ അത് സാധാരണ നമ്മൾ അവിട്ടൂട്ട് നടത്താറുണ്ട്. എങ്കിലും നമ്മുടെ ഈ അഷ്ടമംഗല പ്രശ്നചിന്ത പരിഹാരം ഇതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നിർദ്ദേശിച്ചതുപോലെ വിദ്യാവണ്ണമുള്ള അവിട്ടമൂട്ട് ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അവിട്ടം നാളിൽ ഭക്തജനങ്ങൾക്കും ഇവിടുത്തെ തന്ത്രിയും ഒക്കെ ബ്രാഹ്മണരൊക്കെ വന്ന് അതിൻ്റെ ചടങ്ങുകൾ ഭംഗിയായി പൂർത്തീകരിച്ച് ഒരു അന്നപ്രസാദവും ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് അന്ന് നിർദ്ദേശിച്ച പ്രകാരം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ദിവസവും ഇവിടെ രാവിലെ കാലത്ത് 9:30 മണി മുതൽ പ്രാർത്ഥന, ഒരു സമൂഹ പ്രാർത്ഥനയായിട്ട് അതിന് പറ്റാവുന്ന എല്ലാവരും വരാറുണ്ട്. മാതൃസമിതി അംഗങ്ങൾ കൃത്യമായിട്ട് ഇവിടെ വന്ന് അതിൻ്റെ ഒരു പ്രാർത്ഥന ഇവിടെ കൃത്യമായി നടക്കുന്നുണ്ട്.
പടിഞ്ഞാറോട്ട് ദർശനമായുള്ള ദൈവത്താറീശ്വര ക്ഷേത്രത്തിലെത്തിയാൽ നമ്മൾ ആദ്യം തന്നെ സാക്ഷാൽ ദൈവത്താറീശ്വരനെയാണ് തൊഴുന്നത്. ശ്രീകോവിലിൽ പടിഞ്ഞാറോട്ട് മുഖമായുള്ള ദൈവത്താറീശ്വരൻ. ഈ ദൈവത്താറീശ്വര സന്നിധിയിൽ ധാരാളം ഭക്തജനങ്ങൾ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് രോഗശമനത്തിന് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ആ രോഗശമനാർത്ഥം ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യമാണ് ഈ ക്ഷേത്രത്തിൽ വില്ലുമംഗല സ്വാമിയാരുടെ പാദസ്പർശമുണ്ടായ പുണ്യഭൂമിയാണ്. ആ വില്ലുമംഗല സ്വാമിയാർ ഈ ക്ഷേത്രത്തിൽ വരികയും ഇവിടെ വന്ന് തപസ് ചെയ്യുകയും വില്ലുമംഗല സ്വാമിയാർ ക്ഷേത്രത്തിലെ വിളക്കിൽ എണ്ണയൊഴിക്കുകയും ആ വിളക്കിലെ എണ്ണ രോഗശമനാർത്ഥം ഇന്നും വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും വന്ന് ആളുകൾ വന്ന് ദേവന് എണ്ണ സമർപ്പിക്കുകയും തിരിച്ച് എണ്ണ സ്വീകരിക്കുകയും ആ എണ്ണ ത്വഗ്രോഗ ശമനാർത്ഥവും രോഗശമനാർത്ഥവും ആ എണ്ണ ഉപയോഗിച്ച് കാര്യസിദ്ധി നേടുന്നവർ ഏറെയാണ്. ആ വില്ലുമംഗല സ്വാമിയാരുടെ പാദസ്പർശവും ദൈവത്താറീശ്വരൻ്റെ സാന്നിധ്യവും അതിശക്തിമത്തായിരിക്കുന്ന ഈ പുണ്യസങ്കേതമാണ് ഉർപ്പഴശ്ശിക്കാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. തന്നെ ഊരിൽ പഴയ അച്ചി എന്ന രീതിയിൽ മാറി ഉർപ്പഴശ്ശിക്കാവ് എന്ന് അറിയപ്പെടുന്നു. ദൈവത്താറീശ്വരനും അതുപോലെ വേട്ടക്കരുമകൻ ഈശ്വരനും പ്രത്യേകം തിടമ്പ് നൃത്ത സ്വഭാവത്തിൽ ഉത്സവം നടക്കുന്ന അപൂർവം ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ ദൈവത്താറീശ്വര ക്ഷേത്രം. ദൈവത്താറീശ്വരനെ തൊഴുത് വേട്ടക്കരുമകൻ ഈശ്വരൻ്റെ സന്നിധിയിലാണ് നമ്മളിപ്പോഴുള്ളത്. ഈ ദൈവത്താറീശ്വര സാന്നിധ്യം എന്ന് പറയുന്നത് വൈദ്യനാഥ സങ്കല്പമാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ആ വൈദ്യനാഥ സങ്കല്പത്തിലേക്ക് വരുമ്പോൾ എണ്ണയ്ക്ക് ഒരു പ്രാധാന്യവും ശനീശ്വരന് ഒരു പ്രാധാന്യവുമുള്ള ഒരു സങ്കേതമാണിത്. നമുക്കും വേട്ടക്കരുമകൻ ഈശ്വരനെ നാരായണ മന്ത്രത്തിലൂടെ നമഃശിവായ മന്ത്രത്തിലൂടെ നമുക്കും തൊഴുതു പ്രാർത്ഥിക്കാം. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രദക്ഷിണ രീതി എന്ന് പറയുന്നത് ദൈവത്താറീശ്വരനെയും വേട്ടക്കരുമകനീശ്വരനെയും തൊഴുത് പ്രാർത്ഥിച്ചു വേണത്രേ പ്രദക്ഷിണമായി തൊഴുത് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രദക്ഷിണ പദത്തിലെത്തുമ്പോൾ അവിടെ ദേവീ സങ്കല്പമുണ്ട്. ആ ദേവീ സങ്കല്പത്തെയും നമുക്ക് തൊഴുത് പ്രാർത്ഥിക്കണം. ഓരോ ക്ഷേത്രങ്ങളും ഓരോ മാതൃകയാണ്. ഉർപ്പഴശ്ശിക്കാവിലെ ക്ഷേത്രത്തിൻ്റെ കന്നിമൂലയിലെത്തിയാൽ നമുക്കവിടെ കൂട്ടപ്പുര എന്ന് പറഞ്ഞിട്ട് കാണാം. അത് ഗുരുസ്ഥാന സങ്കല്പത്തിൽ ആരാധിക്കുന്ന ഒരു സങ്കേതം കൂടിയാണ്. പഴയ കാലഘട്ടത്തിൽ ഈ ദേശത്തിൻ്റെ തന്നെ ഒരു അധിപനാണ് ഈ 9 ഊരാള വിഭാഗക്കാർ. ഈ കൂട്ടപ്പുരയിൽ വന്ന് പല കാര്യങ്ങൾക്കും തീരുമാനമെടുക്കുകയും അനുഷ്ഠാനങ്ങൾ നടപ്പിലാക്കുകയും കൂടി ചെയ്യുന്ന വളരെ വിശിഷ്ടമായ സങ്കേതം. മറ്റെവിടെയും കാണാത്ത ഒരാചാരവും അനുഷ്ഠാനമാണ് ഉർപ്പഴശ്ശിക്കാവിൽ. ഇവിടെ നേരത്തെ ഭാരവാഹികൾ പറഞ്ഞതുപോലെ നമ്പ്യാർ സ്ഥാനം എന്ന് പറയുന്നത് രാജപരമ്പരകൾ ചേർന്ന് കൊടുക്കുന്നതാണ്. അങ്ങനെ പരമ്പരകൾ കൊടുക്കുന്ന സമയത്ത് ചുരിക കെട്ടി അത് ദേവൻ്റെ പ്രതിരൂപമായി മാറുകയാണ്. അത് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് അപൂർവമാണ്. ഈ തറവാട്ടിൽ ഏറ്റവും മുതിർന്ന ആൾ ഈ സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ
അതുവരെ ഈ സ്ഥാനത്തേക്ക് ഏറ്റെടുക്കുന്നവർ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ലാത്ത സമ്പ്രദായം വരെയുണ്ട്. അതുപോലെ ഈ സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ ദേവൻ്റെ പ്രതിപുരുഷനായിട്ടാണ് അവരെ കാണുന്നത്. അവരോട് പിന്നീട് ദേവൻ്റെ പ്രതിപുരുഷനാകുന്നു, തപശക്തി വർദ്ധിപ്പിക്കുന്നു, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലൂടെ അവർ ജീവിച്ചു പോകുന്നു. നമുക്ക് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് കാണുന്നതിനെ വ്യത്യസ്തമായി ഈ 9 തറവാട്ടിലെ 9 ഊരാളന്മാരും കൂട്ടമായി ഇരുന്നെടുക്കുന്ന പല തീരുമാനങ്ങളും ഈ സ്ഥലത്ത് വെച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് നമുക്കിവിടെയുള്ളവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞു, ഈ ക്ഷേത്രത്തിന് 2 താന്ത്രിക പാരമ്പര്യമാണ്. ആ 2 താന്ത്രിക പാരമ്പര്യത്തിൽ ഒന്ന് മുല്ലപ്പള്ളി സമ്പ്രദായവും ഒന്ന് വെള്ളൂരില്ലം സമ്പ്രദായമാണ്. അവർക്കൊക്കെ പ്രത്യേകം ആചാര്യന്മാർ ദേവനെ ഉപാസിക്കാൻ അനുഷ്ഠിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ പ്രത്യേകം സ്ഥാനങ്ങൾ കൊടുത്തിട്ട് കാണാം. അവർ വന്ന് വിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സങ്കേതമാണ്. ചുരുക്കം ഉർപ്പഴിക്കാവെന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. പഠിക്കാൻ ധാരാളമുള്ള ഒരു സ്ഥലമാണ്. കാരണം പല ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന അത്യപൂർവമായ ദേവസങ്കേതങ്ങളിൽ ഒന്ന് തന്നെയാണ് കണ്ണൂർ ജില്ലയിലുള്ള ഈ ഉർപ്പഴിക്കാവ്. ശനീശ്വര പൂജയ്ക്ക് ഏറെ പ്രാധാന്യം, ത്വഗ്രോഗ ശമനത്തിന് അതിപ്രാധാന്യം, വില്ലോമംഗല സ്വാമിയാരുടെ പാദസ്പർശമുണ്ടായ ഭൂമി. ഈ ക്ഷേത്രത്തിൽ നിന്ന് മണ്ണ് പുറത്തേക്ക് പോകരുതെന്നാണ്. കാരണം വില്ലോമംഗല സ്വാമിയാരുടെ പാദസ്പർശമുണ്ടായ ഈ ഭൂമിക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്നും ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് കാര്യം സിദ്ധിച്ച് പോകുന്നവരും ഏറെയാണെന്നും നമുക്കിവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഉർപ്പഴി വേട്ടക്കരുമേനീശ്വരനെയും ദൈവത്താറീശ്വരനെയും തൊഴുതു. ഇനി ഭഗവതിയെ തൊഴണം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ശൈവ ശക്തി വൈഷ്ണവം കുടിയിരിക്കുന്ന വളരെ പ്രസിദ്ധമായ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്ര സങ്കേതമാണ് ഉർപ്പഴിക്കാവ്. ദൈവത്താറീശ്വരനെയും അതുപോലെ വേട്ടക്കരുമകനീശ്വരനെയും തൊഴുത് പ്രാർത്ഥിച്ച് പ്രദക്ഷിണ പദത്തിലൂടെ പോകുമ്പോൾ നമുക്ക് ദേവീ സങ്കല്പത്തെ കാണാം. അപൂർവങ്ങളിൽ അപൂർവമാണ് വടക്കോട്ട് മുഖമായിരിക്കുന്ന ദേവി. ഇവിടുത്തെ ദേവിക്കും ധാരാളം ഐതിഹ്യങ്ങളുണ്ട്. കാരണം ശിവൻ പൂർണ്ണമാകുന്നത് ശക്തിയിലൂടെയാണ്. അപ്പോൾ ഇവിടെ ശൈവ വൈഷ്ണവ ശക്തി ചൈതന്യം കുടിയിരിക്കുന്ന പ്രധാന സങ്കേതമാണ്. വടക്കോട്ട് മുഖമായിരിക്കുന്ന ഈ ദേവി രൗദ്രതയോടുകൂടിയ ദേവി കൂടിയാണ്. അതേസമയം ഒരു ഭക്തൻ വന്ന് ഒരു കടുംബായസം കഴിച്ച് പുഷ്പാഞ്ജലി കഴിച്ച് തൊഴുതു പ്രാർത്ഥിച്ചാൽ ആ ഭഗവതി അനുഗ്രഹിക്കും. അത്ര പ്രാധാന്യമുള്ള ഒരു ദേവീ സങ്കേതം കൂടിയാണ് ഇവിടുത്തെ ദേവി. നമുക്കും പ്രദക്ഷിണ വഴിയിലൂടെ ദേവിയെ തൊഴുത് പ്രാർത്ഥിക്കാം. ദാമ്പത്യർത്ഥം ഉമാം സതി എന്നാണ്. നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകാൻ ഉമാമഹേശ്വരനെ പ്രീതിപ്പെടുത്തണമെന്നാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ വടക്കോട്ട് ദർശനമായിരിക്കുന്ന ദേവീൻ്റെ അടുത്ത് വന്ന് സ്വയംവരത്തിന് ഏറെ പ്രാധാന്യമുള്ള ഒരു സങ്കേതം കൂടിയാണ്. അപ്പോൾ വിവാഹത്തിന് വേണ്ടി ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് സ്വയംവര പൂജ കഴിക്കുകയാണെങ്കിൽ പ്രത്യക്ഷ ഫലമാണത്രേ. അത് അനുഭവസ്ഥരും ഏറെയാണ്. നമുക്കും ഭഗവതിയുടെ അനുഗ്രഹം അങ്ങനെ സ്വയംവരത്തിന് തടസ്സമുള്ളവർ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് കാര്യസിദ്ധി നേടട്ടെ എന്ന് പ്രദക്ഷിണ വഴിയിലൂടെ നമുക്കും പ്രാർത്ഥിക്കാം. ക്ഷേത്ര കലകളെ ആദരിക്കപ്പെടുക, കലകൾ അനുഷ്ഠിക്കപ്പെടുക എന്നാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഈ ക്ഷേത്രമെന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിയാണ്. ധാരാളം പഠിക്കാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലുമുണ്ട്. ഈ തൊട്ടുപുറകിൽ കാണുന്ന ഈ സ്ഥലം ക്ഷേത്രകലകളുടെ പ്രാധാന്യമുള്ള കൂത്ത് നടക്കുന്ന സ്ഥലമാണ്. വളരെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ വർഷം തോറും കൂത്ത് നടക്കുന്നുള്ളൂ. ഇവിടെ മൊത്തവിലാസം കൂത്ത്
കുംഭമാസത്തിലെ ശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് കൂത്തു നടക്കുന്ന വിശേഷപ്പെട്ട ഒരു സങ്കേതം കൂടിയാണ് ഈ തിരുമുറ്റം. നേരത്തെ പറഞ്ഞതുപോലെ ഉറുപ്പഴിക്കാവ് ക്ഷേത്രമെന്ന് പറയുന്നത് ഒരു ആധ്യാത്മികതയുടെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. ധാരാളം അറിവുകൾ നേടേണ്ടുന്നൊരു സ്ഥലമാണ്. നേരത്തെ മത്തവിലാസം കൂത്തു പറഞ്ഞു, വില്ലുമംഗല സ്വാമിയാരുടെ പാദസ്പർശം പറഞ്ഞു. അതുപോലെയാണ് ദേവൻ്റെ പ്രതിപുരുഷനാണ് നമ്പ്യാരച്ചൻ സ്ഥാനം. അത് അമൃത കലശമാണ്. കലശം ആടിയാണ് അവരെ ഈ അച്ഛൻ സ്ഥാനത്തേക്ക് അവരോധിക്കുന്നത്. ഇപ്പോൾ ദൈവത്താരീശ്വരൻ്റെയും അതുപോലെ ദേവൻ്റെയും പ്രതിപുരുഷന്മാരായിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ പോകുന്നത് മേലേക്കോട്ടത്തേക്കാണ്. ആ മേലേക്കോട്ടത്തെ എല്ലാ കാര്യങ്ങൾക്കും വ്യവസ്ഥ ചെയ്ത് അത് നടപ്പിലാക്കുന്നതും ഇവരാണ്. എത്രയോ ജന്മത്തിൽ കിട്ടുന്ന ഒരു സുഹൃതമാണ് ഈ ഒരു നമ്പ്യാരച്ചൻ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനം. ആ സ്ഥാനം കിട്ടിയാൽ അവരെ നമ്മൾ ദേവൻ്റെ പ്രതിപുരുഷനായി കണ്ടുകൊണ്ട് അവരാ വ്രതനിഷ്ഠയിലും അനുഷ്ഠാനത്തിലും നിന്നുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിലെ മറ്റ് അനുഷ്ഠാനങ്ങൾ മുഴുവൻ നടക്കുന്നത്. നമുക്കതും പ്രദക്ഷിണ വഴിയിലൂടെ കാണാം. പടിഞ്ഞാറോട്ട് മുഖമായി നിൽക്കുന്ന ദൈവത്താരീശ്വരനെയും വേട്ടക്കനുമകനീശ്വരനെയും തൊഴുത് പ്രദക്ഷിണമായി ഭഗവതിയെ തൊഴുത് ക്ഷേത്രത്തിൻ്റെ പുറകിലെത്തുമ്പോൾ മേലേക്കോട്ടം ദേവസങ്കേതം കാണാം. അപൂർവങ്ങളിൽ അപൂർവമായി ദൈവത്താരീശ്വരനും വേട്ടക്കനുമകനീശ്വരനും ഒന്നായി ചേർന്ന അപൂർവ ശ്രീകോവിൽ. അതിനും ധാരാളം പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ്. എല്ലാ ദിവസവും ഒരു വർഷം 350 ദിവസവും വെള്ളാട്ടം നടക്കുന്ന അപൂർവ ദേവസങ്കേതങ്ങളിൽ ഒന്നാണ് ഇത്. ഈ സമയത്ത് നേരത്തെ പറഞ്ഞ അച്ഛൻ സ്ഥാനത്തിരിക്കുന്ന നമ്പ്യാരച്ചൻ സ്ഥാനത്തിരിക്കുന്നവർ ക്ഷേത്രത്തിലെ പ്രത്യേകം ഉള്ള സങ്കേതത്തിൽ നിന്നും തിരുവായുധം എഴുന്നള്ളിച്ച് മന്ത്രാക്ഷരങ്ങൾ കൊണ്ട് ഉപാസിച്ച് അത് വെള്ളാട്ട സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ച് വെള്ളാട്ടം പൂർത്തിയാക്കുന്ന ആ വെള്ളാട്ടം നമുക്ക് ഈ പ്രദക്ഷിണ വഴിയിലൂടെ കാണാം, പ്രേക്ഷകർക്കല്ല. ഈ സമയത്ത് ഈ ദേശം മുഴുവൻ ഒരു ശബ്ദവുമില്ലാതെ മറ്റാഘോഷങ്ങളോ അനുഷ്ഠാനങ്ങളോ ആചരണങ്ങളും ഒന്നുമില്ലാതെ ദൈവത്താർ ഈശ്വരൻ എഴുന്നള്ളുന്ന സമയത്ത് ഒരു അനുഷ്ഠാനവും പ്രദേശത്ത് നടക്കില്ല. അത്ര വിശേഷമാണ്. നമ്മളിവിടെ ഇരിക്കുമ്പോഴും ഇത് പറയുമ്പോഴും ഇതിൻ്റെ പുറകിൽ നിന്ന് അത്തരം അനുഷ്ഠാനങ്ങളുടെ ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. അതും ഒരു ഭക്തിയുടെ ഒരു ഉപാസനയിലേക്ക് പോകുന്ന ഒരു സ്ഥലമാണ്. കൂടാതെ ക്ഷേത്രത്തിൻ്റെ നേരെ മുൻപിൽ നോക്കിയാൽ വളരെ വിശേഷപ്പെട്ട ചില വൃക്ഷങ്ങളൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ പ്രത്യേകതയും നമുക്ക് അതിനടുത്ത് പോയി തന്നെ മനസ്സിലാക്കാം. ഉറുപ്പഴിക്കാവ് എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് എന്ന് പറഞ്ഞു. അതിനൊരു കാരണം പറയുന്നത് ഊരിൽ പഴയ ഏച്ചിൽ കാവ് എന്നാണ്. ഈ ഏച്ചിൽ വൃക്ഷത്തിന് ഒരു പ്രാധാന്യമുണ്ട്. 2 ശാഖകൾ ഒന്നിക്കുന്നതായിട്ട് നമുക്ക് പല ദിക്കിലും കാണാം. ഇത് പൂർണ്ണമായും
ഒരു ഔഷധ സസ്യം കൂടിയാണ്, ഒരു ഔഷധമാണ്. ഇതിൻ്റെ നാമധേയത്തിൽ തന്നെയാണ് ഊരിൽ പഴകിയ ഏച്ചിൽക്കാവ് എന്ന് ലോപിച്ച് ഊർപ്പഴശ്ശിക്കാവ്, ഊരിൽ പഴയ അച്ചി എന്നൊക്കെ രീതിയിൽ അമ്മയെ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ നേരത്തെ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ ദേവിക്കൊരു പ്രാധാന്യമുണ്ട്, വൈഷ്ണവ പ്രാധാന്യമുണ്ട്. ഇവിടെ കാണുന്ന ക്ഷേത്രത്തിന് ധാരാളം പുറകുഭാഗങ്ങളിൽ ധാരാളം ഔഷധ സസ്യങ്ങൾ ഉണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് ഭക്തർക്ക് പ്രവേശനമില്ല. അതിനൊരു കാരണം അതിരഹസ്യമായ ചൈതന്യങ്ങൾ ഈ സങ്കേതത്തിന് കിഴക്ക് ഭാഗത്തുണ്ട്. ആ സങ്കേതങ്ങളിലേക്ക് ഇന്നും ഭക്തർ അങ്ങോട്ടേക്ക് പോകാറില്ല. അതുതന്നെയാണ് ഇതിൻ്റെ ചൈതന്യത്തിൻ്റെ ഒരു പ്രാധാന്യവും. വൃക്ഷത്തിലേക്ക് നോക്കിയാൽ ഇത് മുഴുവൻ ഔഷധമാണ്. ഈ ഔഷധക്കൂട്ട് ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം വില്വമംഗല സ്വാമിയാരും അതുപോലെ ധാരാളം ഉപാസകന്മാർ വന്ന് ഉപാസന ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതിരഹസ്യമായ ഈശ്വരീയ ശക്തി ചൈതന്യം കൂടിയിരിക്കുന്ന ഒരു സങ്കേതമാണ്. ഇവിടെ നമുക്ക് കാണാം ഒരു ശാഖ പോയി മറ്റൊരു ശാഖയോടുകൂടി ചേരുകയാണ്. ഈ ശ്രീകോവിലിൻ്റെ പ്രത്യേകതയും അതുതന്നെയാണ്. ദൈവത്താറീശ്വരനും വേട്ടക്കരുമകനും ഒന്നായി ചേരുകയാണ്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും വെള്ളാട്ടത്തിൽ വേട്ടക്കരുമകനും ഊർപ്പഴശ്ശിയും ഒന്നിച്ചു ചേർന്നാണ് ഇവിടെ വെള്ളാട്ടം നടക്കുന്നത്. ഈ വെള്ളാട്ടത്തിന് നട്ടുച്ചയോടുകൂടിയാണ്, ആ ഉച്ച സമയത്താണ് ഇവിടെ വെള്ളാട്ടം ആരംഭിക്കുന്നത്. മീനമാസത്തിലെ വളരെ പ്രധാനമായും മീനമാസം 28-ാം തീയതി വിശേഷ ഉത്സവവും അനുഷ്ഠാനങ്ങളും നടക്കുന്ന ഒരു സങ്കേതം കൂടിയാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനകത്ത് നേരത്തെ പറഞ്ഞു വേട്ടക്കരുമകനും ഊർപ്പഴശ്ശിക്കും ഒറ്റ ബിംബത്തിൽ, അത് ചാന്താട്ടു ബിംബം, വളരെ അപൂർവ ബിംബങ്ങളിലൊന്നാണ്. ഈ ക്ഷേത്രത്തിൽ സമീപകാലഘട്ടത്തിൽ നടന്ന അഷ്ടമംഗല്യ പ്രശ്നത്തിൽ കണ്ടത് ആ ബിംബം പൂർണ്ണമായും പഴയ സമ്പ്രദായത്തിൽ എല്ലാ ഔഷധക്കൂട്ടുകളും ചേർത്തുകൊണ്ട് വീണ്ടും അത് നവീകരിച്ച് ചൈതന്യം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന് അഷ്ടമംഗല്യത്തിൽ കണ്ടത് പ്രകാരം അതിൻ്റെ നവീകരണ പ്രവർത്തനത്തിലേക്കാണ് ഇവിടുത്തെ ഒരാളരും ഭക്തന്മാരും. വെറുതെ കാണുന്നൊരു വിളക്കല്ല ഇത്. ഈ വിളക്കിനുമുണ്ട് അത്ര ഏറെ പ്രാധാന്യം. ഇവിടുത്തെ ഭക്തർ പറയുന്നു ഏകദേശം 250 വർഷത്തിൻ്റെ പഴക്കം ഈ വിളക്കിനുണ്ട് എന്നാണ്. പ്രേക്ഷകർക്ക് കാണാം. കൊല്ലവർഷം 1092 വൃശ്ചിക മാസത്തിലാണ് ഈ വിളക്ക് ഇവിടെ വെച്ചിട്ടുള്ളത്. ആ വർഷമുണ്ട്. അപ്പോൾ ഏകദേശം 200 വർഷത്തിൻ്റെ പഴക്കം ഈ വിളക്കിന് ഉണ്ടെന്നാണ് പറയുന്നത്. നാരായണ നാമം ജപിച്ച് നമശിവായ മന്ത്രം ജപിച്ചും ഒക്കെ ഈ തിരുമുറ്റത്തുകൂടി പ്രദക്ഷിണം വെക്കുക. അപ്പോൾ തന്നെ രോഗശമനമുണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ധാരാളം പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. അതിലൊന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ വെള്ളാട്ടം 350 ദിവസവും വെള്ളാട്ടം നടക്കുന്ന ക്ഷേത്രം. രോഗശമനാർത്ഥം, അതുപോലെ സന്താന അഭിവൃദ്ധിക്ക് വേണ്ടി, സന്താനങ്ങളില്ലാത്തവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സന്താനങ്ങൾ ഉണ്ടാകുന്നതും ഏറെ ആണത്രേ. നമുക്കിവിടെയൊക്കെ നാളികേരങ്ങളൊക്കെ തൂക്കിയിട്ടിട്ട് കാണാം. ഈ ഒരാളെ വിഭാഗക്കാർക്കും ഈ പരിസരക്കാരുമൊക്കെ അവരവരെ കൃഷിയിടത്തിൽ അവരവരെ വീടുകളിൽ ഒരു ഫലമുണ്ടായാൽ ആ ഒരു ഫലം ഇവിടുത്തെ തൊണ്ടച്ചൻ എന്ന് പറയുന്ന ദൈവത്താർ ഈശ്വരന് സമർപ്പിക്കുമത്രേ. ആ അനുഷ്ഠാനമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയും സാധിക്കുന്നത്.
എല്ലാവരോടും തെളിഞ്ഞിരിയാട്ടുചമാതിയും കൂടെ ചങ്ങാതിയും നിരവിച്ചു നിന്ന വഴിക്ക് വൻപിച്ച മഹാവ്യാധിയാൽ കിടമുടങ്ങാതെ തക്കവണ്ണം കണ്ടേ ക്ഷേത്രത്തിലെ പൂജാസമയം രാവിലെ 4:30 പള്ളി ഉണർത്തൽ, അതിനുശേഷം 5 മണി അഭിഷേകം, പിന്നെ ഗണപതി ഹോമം, മറ്റ് ഹോമങ്ങൾ, പിന്നെ രാവിലെ 7 മണിക്ക് ശേഷം ഉഷപൂജ, 8 മണി വരെ 3 ശ്രീകോവിലിലും ഉഷപൂജ, അതിനുശേഷം 11:30 ഉച്ചപൂജ 3 സ്ഥലത്തും, അതിനുശേഷം 12 മണിക്ക് ശേഷം വെള്ളാട്ടം, 1 മണിക്ക് ശേഷം 1 മണിയാകുമ്പോൾ നടയടക്കൽ, പിന്നെ വൈകിട്ട് 5:30 നട തുറക്കൽ, വൈകിട്ട് സന്ധ്യാവിളക്ക്, ഉദയാസ്തമനത്തിനനുസരിച്ച് സന്ധ്യാവിളക്ക്, പിന്നെ അത് കഴിഞ്ഞിട്ട് ദീപാരാധന, അത്താഴപൂജ, 8 മണിക്ക് നടയടക്കും. അമ്പലത്തിലെ വിശേഷ വഴിപാടുകൾ നെയ്വിളക്ക്, അർച്ചന, ദേവിക്ക് കടുംപായസം, പിന്നെ സ്വയംവര പുഷ്പാഞ്ജലി ദേവിക്ക്, പിന്നെ ശനിദോഷ പരിഹാരത്തിനായിട്ട് ശനിദോഷ പരിഹാര പൂജ, പിന്നെ അങ്ങനെ വഴിപാടുകൾ ഉണ്ട്. പിന്നെ കാര്യസാധ്യത്തിനായിട്ട് വെള്ളാട്ടം പ്രധാനമാണ്. വെള്ളാട്ടം ഭക്തന്മാർ എല്ലാ ദിവസവും വെള്ളാട്ടം കിട്ടിയാടുന്നുണ്ട്. പിന്നെ വേട്ടക്കരുമൻ്റെ കളിയാട്ടം, അത് വൃശ്ചിക മാസത്തിലാണ്. കണ്ണൂർ വിഷൻ ചാനലിലെ പ്രദക്ഷിണ വഴിയിലൂടെ ഉറുപ്പഴശ്ശിക്കാവിലെത്തിയപ്പോൾ നമ്മൾ ദേവൻ്റെ വെള്ളാട്ടമാണ് കണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ 350 ദിവസവും വെള്ളാട്ടം നടക്കുന്ന അപൂർവം സങ്കേതങ്ങളിലൊന്ന്. അതിൽ ആ വെള്ളാട്ടത്തിൽ ദേവൻ ഉച്ചരിക്കുന്ന നാമം ചങ്ങാതിയും ഞാനും നാം. ഇവിടെ ഒരു വലിയൊരു തത്വം നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ അഹമെന്ന ബോധമില്ലാതെ കണ്ടിരിക്കണം. ഞാൻ എന്ന ബോധത്തിന് പിന്നെയേ പ്രാധാന്യമുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം ചങ്ങാതിയെ പറഞ്ഞ് ഞാനെന്നാണ് പറയുന്നത്. ചങ്ങാതിയും ഞാനും ചേർന്ന് മഹാരോഗങ്ങളെല്ലാം അകറ്റാം. എല്ലാ രോഗങ്ങളും അകറ്റാൻ അഹമെന്ന ചിന്ത, ഞാനെന്ന ചിന്ത ഒഴിവാക്കണമെന്ന് ഈ മേലേക്കോട്ടം ക്ഷേത്രത്തിലെ ഈ ഉപാസനാ സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. ഈ വെള്ളാട്ടം കഴിഞ്ഞതിന് ശേഷം ചുവന്ന പട്ടിൽ അരിയും സമർപ്പിച്ചതിന് ശേഷം ഭക്തി നിർഭരമായ മറ്റൊരു അനുഷ്ഠാനം പ്രേക്ഷകർ കണ്ടു. നാളത്തേക്കുള്ള വെള്ളാട്ടത്തിൻ്റെ ഒരു ആരംഭം കൂടി കുറിച്ചാണ് ഭഗവാനോട് ശൈവ വൈഷ്ണവ സങ്കല്പത്തിലേക്ക് ഒന്നായി ചേർന്ന ദേവനോട് അനുവാദം വാങ്ങിച്ചിട്ട് പോകുന്ന ഭക്തി നിർഭരമായൊരു അനുഷ്ഠാനം. മറ്റൊരു പ്രത്യേകത, വെള്ളാട്ട സമയത്ത് സ്ത്രീജനങ്ങൾക്ക് ഇവിടെ പ്രവേശനമില്ല. അതേസമയം ആ വെള്ളാട്ടം കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഏതെങ്കിലും ഒരു സ്ത്രീ, ഒരമ്മ നിൽക്കുന്നുണ്ടെങ്കിൽ ആ അമ്മ തൊഴുതതിന് ശേഷം മാത്രമേ ഈ ക്ഷേത്ര നട അടക്കാൻ പാടുള്ളൂ. വിവേചനമില്ലാത്ത അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, ഉപാസനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന മേലേക്കോട്ടം ക്ഷേത്രം, അതാണ് നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി നമുക്ക് തൊഴുത് പ്രദക്ഷിണമായി പ്രദക്ഷിണ വഴി പൂർത്തീകരിക്കാം. ക്ഷേത്രത്തിൻ്റെ അഗ്രശാലയാണ് ഈ കാണുന്നത്. അഗ്രശാലയ്ക്കും ഏറെ പ്രാധാന്യമുണ്ട്. ക്ഷേത്രത്തിലെ അകത്ത് ജോലി ചെയ്യുന്ന ബ്രാഹ്മണർ, വാര്യർ, വാദ്യവിഭാഗക്കാർക്കൊക്കെ ഇവിടെ വെച്ചാണ് അന്നദാനം നൽകുന്നത്.
ഇത് കഴിഞ്ഞ് അടുത്തൊരു അഗ്രശാലയാണ് ക്ഷേത്രത്തിൻ്റെ തെക്കു ഭാഗത്ത് നമുക്ക് കാണാം. അവിടെ ഭക്തജനങ്ങൾ വന്നാൽ അവിടെ ഇരുന്നു കൊണ്ടാണ് ഭഗവാന്റെ അന്നപ്രസാദം സ്വീകരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വിശേഷപ്പെട്ട നാളുകളിലും ഉത്സവ നാളുകളിലും ഒക്കെ ഇവിടെ ധാരാളം പേര് വന്ന് ഭഗവത് പ്രസാദം സ്വീകരിച്ച് ഭഗവാന്റെ അന്നദാനം സ്വീകരിച്ച് പോകുന്നവരാണ്. 2 അഗ്രശാല എന്നുള്ള ഒരു പ്രത്യേകത. ഒന്ന് ക്ഷേത്രത്തിൻ്റെ പടിപ്പുരക്ക് മതിലിനും പുറത്താണ് അഗ്രശാല, ഒന്ന് അകത്തുമാണ്. 2 അഗ്രശാല ഒരേ സ്ഥലത്ത് ഉണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകത നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് തോന്നും. ഇവിടെ എഴുതി വെച്ചിട്ട് തന്നെ കാണാം അന്നദാനം മഹാദാനം. പക്ഷേ ഉപാസന എന്ന നിലയിൽ ദാനം ചെയ്യുന്ന ആൾക്കും കഴിക്കുന്ന ആൾക്കും ഒരുപോലെ ശ്രേയസ് കൈവരുന്ന പ്രസാദം കഴിക്കുന്നത് കൊണ്ടുള്ള പുണ്യം തൽക്കാലം വിശപ്പടക്കം മാത്രമല്ല, അത് യജ്ഞശിഷ്ടമായി കൊടുക്കുക എന്നുള്ളത് കൂടി എഴുതി വെച്ച് അന്നം പ്രസാദമാണ്, അതൊരിക്കലും കളയരുത് എന്ന ഒരു മെസ്സേജ് കൂടി ഉറുപ്പഴശ്ശിക്കാവിലെ അഗ്രശാലയിലൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ധാരാളം ആളുകൾ വന്ന് ഇവിടെ ഇരുന്ന് അന്നദാനം സ്വീകരിച്ച് പോകാൻ പറ്റുന്ന ഒരു വ്യവസ്ഥയൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. കുംഭമാസത്തിലെ ശിവരാത്രിയോട് ചേർന്നുള്ള 8 ദിവസത്തെ മഹോത്സവം, ആ മഹോത്സവത്തിന് ധാരാളം ഭക്തന്മാർ വന്ന് തൊഴുതു പ്രാർത്ഥിക്കുന്ന ഒരു സങ്കേതം. ഇവിടെയൊക്കെ കാണുന്ന ഈ അറകളൊക്കെ വ്രതം നോൽക്കുന്നവരും വിശേഷമായ കാലഘട്ടത്തിൽ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അതുപോലെ ഇടവമാസം 14-ാം തീയതി വിശേഷ ഉത്സവം നടക്കുന്ന ക്ഷേത്ര സങ്കേതം ഇരട്ട തിടമ്പ് നൃത്തമാണ്. ദൈവത്താറീശ്വരനും അതുപോലെ വേട്ടക്കരുമകനീശ്വരനും 2 തിടമ്പ് നൃത്തം അനുഷ്ഠിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഉറുപ്പഴശ്ശിക്കാവ്. ഉറുപ്പഴശ്ശിക്കാവിലെ മറ്റൊരു പ്രധാന ആഘോഷമാണ് വൃശ്ചിക മാസത്തിലെ പാട്ടുത്സവം. 5 ദിവസം നീണ്ടു നിൽക്കുന്ന പാട്ടുത്സവം. കളമെഴുത്തും പാട്ടും ഈടും കൂറും സമ്പ്രദായത്തിൽ തെയ്യമ്പാടി വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ വന്ന് അനുഷ്ഠിക്കുന്ന ഭക്തി നിർഭരമായ ഒരു അനുഷ്ഠാനമാണ്. ഈടും കൂറോടു കൂടി നാളികേരമുടച്ച് പാട്ടുത്സവത്തോടുകൂടി ദേവചൈതന്യം വർദ്ധിപ്പിക്കുന്നത്. ഈ 2024 നവംബർ മാസം 24 മുതൽ 28 തീയതി വരെയാണ് ഈ വർഷത്തെ പാട്ടുത്സവം. നമുക്കും ഈ പ്രദക്ഷിണ വഴിയിലൂടെ പാട്ടുത്സവം തൊഴുത് ദേവൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാം. ഉറുപ്പഴശ്ശിക്കാവിൽ ധാരാളം ഐതിഹ്യങ്ങളും അനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളും ഉണ്ട്. നേരത്തെ പാട്ടുത്സവം പറഞ്ഞതുപോലെയാണ് വൃശ്ചിക മാസം സംക്രമം മുതൽ ധനു 10 വരെയുള്ള ദിവസങ്ങളിലായി മണ്ഡല പൂജയും. ഈ സമയത്ത് വിശേഷാൽ ദേവന് അപ്പനിവേദ്യം, അത് തറവാട്ടുകാരും അതുപോലെ തന്നെ വിശ്വാസമുള്ളവരും ഒക്കെ ചേർന്ന് വന്ന് ഈ 41 ദിവസവും വിളക്ക് ഉത്സവമായി അനുഷ്ഠിക്കുന്നു. കൂടാതെ നവരാത്രി പോലുള്ള കാലഘട്ടങ്ങളിൽ നവരാത്രി ആരാധന, വിദ്യാരംഭം, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഭംഗിയായി നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ ഉറുപ്പഴശ്ശിക്കാവ്. ഉറുപ്പഴശ്ശിക്കാവിൽ നമ്മൾ പറഞ്ഞു നേരത്തെ, ഓരോ മൺതരിക്കും ഓരോ ചുമരിനും ഓരോ ഉപാധികൾക്കും ഓരോ കഥയും ഐതിഹ്യം പറയാനുണ്ട്. ക്ഷേത്രത്തിൽ ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് നമ്മളെല്ലാം കണ്ടുവരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ കന്നിമൂലയിലെത്തുമ്പോൾ പ്രേക്ഷകർക്ക് കാണാം, ഇവിടെ കാണുമ്പം ഇതൊരു നാഗരൂപം മാത്രമാണ്. പഴയ കാലത്ത് പൂർവികരൊക്കെ വന്നാൽ, ചിലപ്പോൾ ഇവിടുത്തെ തറവാട്ടിലെ കാരണവന്മാരും ശ്രേഷ്ഠന്മാരൊക്കെ വന്നാൽ അതിൽ ഭണ്ഡാരം പെരുക്കാനായിരിക്കാം ഈ നാഗരൂപത്തിലുള്ള ഈ ഉപാധി പുറത്തേക്കെടുത്ത് വളരെ ഭംഗിയായി പ്രാർത്ഥിച്ചുകൊണ്ട് അതിനകത്തേക്ക് ധനം ഇട്ടതിന് ശേഷം അത് വീണ്ടും മൂടി വെക്കുകയാണ്. അത്രയേറെ
ശില്പ ചാതുര്യം അല്ലെങ്കിൽ വാസ്തു വ്യവസ്ഥ പൂർവികർ കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിൽ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ ഇങ്ങനെയൊക്കെ കാണുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ കൂത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞതുപോലെ വില്ലുമംഗല സ്വാമിയാരുടെ പാദസ്പർശം ഉണ്ടായതുപോലെ ഇത് ഈ ഒരു ഭാഗത്ത് മാത്രമല്ല. ഈ ക്ഷേത്രത്തിൻ്റെ കന്നിമൂലയിലെ 2 ഭാഗവും എനിക്ക് തോന്നുന്നു കന്നി രാശി തുടങ്ങുന്ന 2 ഭാഗങ്ങളിലായിട്ടാണ് ഈ ഭണ്ണാരം കാണുന്നത്. അതുതന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വാസ്തുവിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കാം. ഇവിടെയും അത്തരത്തിൽ തന്നെ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഭക്തന്മാർ പ്രാർത്ഥിച്ചു ഭണ്ണാരത്തിലിട്ട് കഴിഞ്ഞാൽ അത് അവിടെ സുരക്ഷിതം. നേരത്തെ പറഞ്ഞതുപോലെ അഹമെന്ന ബോധമില്ലാതിരിക്കണം. സീതാദേവിയെ കണ്ടതിന് ശേഷം ഹനുമാൻ വന്നപ്പോൾ പറഞ്ഞത് സീതാദേവിയെ കണ്ടു ഞാൻ എന്നാണ്. ഞാനെന്ന പ്രയോഗം അവസാനമേ ഉള്ളൂ. ഈ ക്ഷേത്രത്തിലെ മേലെ ക്ഷേത്രത്തിൽ പോയാൽ, മേലേക്കോട്ടത്ത് പോയാൽ അവിടെ പറയുന്നത് ചങ്ങാതിയും ഞാനെന്നാണ്. അപ്പോൾ അവനവൻ്റെ ബോധം, അഹംബോധം ഇല്ലാതെ കണ്ടാക്കാനുള്ളൊരു തത്വം കൂടി ഈ ക്ഷേത്രത്തിലെ ചില അനുഷ്ഠാനത്തിലും ആചരണത്തിലും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. രാഹുപ്രീതിർ അവശ്യമേവ കരണീയം ആരോഗ്യപുത്രാപ്തി എന്നാണ്. നല്ല ആരോഗ്യമുണ്ടാകാനും നല്ല പുത്രന്മാരും പുത്രന്മാരുടെ യശസ്സിനുമാണത്രേ നാഗങ്ങളെ ആരാധിക്കുന്നത്. ഉറുപ്പഴശ്ശിക്കാവിലൊരു പ്രത്യേകത, നാഗത്തിന് വിശേഷപ്പെട്ട ആരാധന വർഷത്തിൽ 2 തവണയാണ്. ഒന്ന് ധനുമാസത്തിലെ ആയില്യവും അതുപോലെ മകരമാസത്തിലെ ചിത്തിരക്കും വിശേഷമായി നാഗങ്ങൾക്ക് ആരാധന. എന്നാൽ മറ്റൊരു പ്രത്യേകത, എല്ലാ ദിവസവും നാഗങ്ങൾക്ക് നിവേദ്യവും അനുഷ്ഠാനവും നടക്കുന്നു എന്നുള്ളതും ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ അനവധി ഭക്തന്മാർ ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് നാഗങ്ങളെ തൊഴുത് കാര്യസാധ്യം നേടുന്നവരും ഏറെയാണ്. നമുക്ക് കാണാം നാഗത്തിൻ്റെ ആ പഴയ പൗരാണികത അതുപോലെ സൂക്ഷിക്കുകയും ധാരാളം പ്രകൃതി രമണീയതയോടു കൂടിയ വൃക്ഷലതാദികളെ നമുക്ക് അതിനകത്തേക്ക് നോക്കുമ്പോൾ തന്നെ കാണുവാനും സാധിക്കും. കണ്ണൂർ വിഷൻ ചാനലിലൂടെ പ്രദക്ഷിണ വഴിയിലൂടെ എത്തിയത് ഉറുപ്പഴശ്ശിക്കാവിലാണെന്ന് നേരത്തെ പറഞ്ഞു. ഉറുപ്പഴശ്ശിക്കാവിൻ്റെ ധാരാളം ഐതിഹ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. വില്ലുമംഗല സ്വാമിയാരുടെ പാദസ്പർശത്തോടു കൂടി ഇവിടുത്തെ ഈ മണ്ണും ഈ ക്ഷേത്രവും പുണ്യഭൂമിയായി എന്നും ആ കാലഘട്ടത്തിലെ തിടമ്പ നൃത്തത്തിന് ആരംഭം കുറിച്ചുവെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ പാട്ട് ഉത്സവം വളരെ വിശേഷമാണ്. വൃശ്ചിക മാസത്തിലെ പാട്ടുത്സവം, വൃശ്ചിക മാസത്തിലെ സംക്രമം മുതൽ 41 ദിവസം മണ്ഡലപൂജ നടക്കുന്ന ക്ഷേത്രം. ഇവിടുത്തെ എണ്ണയ്ക്ക് വിശേഷത്വമുണ്ടെന്നാണ്. വില്ലുമംഗല സ്വാമിയാരുടെ കാല് മുട്ടിയ സമയത്ത് രക്തം വന്നതിൻ്റെ ഭാഗമായി ഇവിടുത്തെ എണ്ണ തേച്ച് രോഗശമനമുണ്ടായി എന്ന വിശ്വാസത്തിൽ അന്ന് മുതൽക്ക് വില്ലുമംഗല സ്വാമിയാർ അനുഗ്രഹിച്ചു എന്നാണ്. ഇവിടുത്തെ എണ്ണയ്ക്ക് ഒരു പ്രാധാന്യമുണ്ടെന്ന്. ആ എണ്ണ കൊണ്ട് ത്വഗ്രോഗങ്ങളും മറ്റ് രോഗനിവാരണാർത്ഥം ഇവിടെ വന്ന എണ്ണ സേവിക്കുന്നവർ അനവധിയാണെന്ന് നമുക്കിവിടുന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു. വർഷത്തിൽ 350 ദിവസവും വെള്ളാട്ടം നടക്കുന്ന അപൂർവം ക്ഷേത്രം, അതും മധ്യാഹ്നത്തിൽ സൂര്യൻ നേരെ ശ്രീകോവിലിന് മുകളിലെത്തുന്ന സമയത്ത് വെള്ളാട്ടം തുടങ്ങി മീനമാസത്തിൽ 28-ാം തീയതി വിശേഷമായി ഉത്സവം നടക്കുന്ന അപൂർവം ക്ഷേത്രം. അതുപോലെ അവിട്ടം ഊട്ട്, എല്ലാ അവിട്ടം നാളിലും ഈശ്വരിക്ക് ഇവിടെ ഏറ്റവും പ്രധാനം ഭഗവതിയുടെ ഒരു പ്രാധാന്യം കൂടി ഉള്ളതുകൊണ്ട് അവിട്ടം നക്ഷത്ര നാളിൽ നടത്തപ്പെടുന്ന ഊട്ട്. ശനീശ്വര പ്രീതിക്ക് വേണ്ടി അനവധി പേർ ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ശനിപ്രീതി നേടിയെടുക്കുന്ന ഒരു സ്ഥലം. നാഗാരാധനയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു സ്ഥലം. ഇങ്ങനെ അനവധി ഐതിഹ്യങ്ങളും ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും നിറഞ്ഞതാണ്
ഉർപ്പഴശ്ശിക്കാവ്. ഇവിടുത്തെ മേലേക്കോട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് വെള്ളാട്ടം. അവിടെ പറഞ്ഞത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചങ്ങാതിയും ഞാനെന്നാണ്. ദൈവത്താർ ഈശ്വരനും വേട്ടക്കരുമകനും ഒന്നായി നിന്നുകൊണ്ടുള്ള ഉച്ചവെള്ളാട്ടം. ആ ഉച്ചവെള്ളാട്ടം കാണാൻ ദൂരദേശത്ത് നിന്ന് പോലും ആളുകൾ വരുന്ന കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴി ഇവിടെ പൂർത്തിയാവുന്നില്ല. ഇനി മറ്റൊരു ക്ഷേത്രത്തിലെ ഐതിഹ്യവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്തേ.